പറ്റിയിട്ട് അതിന്റെ ഡ്രോൺ ഷൂട്ടിങ്ങിനെ പറ്റിയിട്ട് വളരെ നല്ല ബോധ്യമുള്ളതാണ്. എന്റെ ഒരുപാട് സംശയങ്ങൾ ഞാൻ സുനിലിനോട് ചോദിച്ചിട്ടുണ്ട്. സുനിൽ അതൊക്കെ എനിക്ക് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനുഭവമുള്ള അത്രയ്ക്ക് അറിവുള്ള ഒരാള്, 10-35 കൊല്ലം സർവീസ് ഉള്ള ഒരാള്, അദ്ദേഹം ഈ 8 വർഷം മാത്രം ലോക്കോ ഇൻസ്പെക്ടർ ആകുമ്പോൾ ഇവിടെയുള്ള റണ്ണിംഗ് സ്റ്റാഫിന് പകർന്നു കൊടുക്കാനുള്ള വളരെ തുച്ഛമാണ്. കാരണം കാലാവധി വളരെ കുറവാണ്. അദ്ദേഹം ഒരു 5 വർഷത്തിന് മുമ്പേ കയറിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും അറിവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും ഇപ്പൊ സുനിൽ നിന്നൊക്കെ ചെറിയ മെച്ചം ഉണ്ടാകുമായിരിക്കും. പക്ഷെ സുനിലിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പ്രയോജനം മറ്റുള്ളവർക്ക് ലഭിക്കാറുണ്ട്. ഇപ്പൊ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ലോക്കോ ഇൻസ്പെക്ടറാകാൻ പാലക്കാട് ഡിവിഷനിൽ ആരും തയ്യാറാകുന്നില്ല എന്നാണ് അറിയുന്നത്. അതേസമയം തിരുവനന്തപുരം ഡിവിഷനിലെ ആൾ ഒരുപാടുണ്ട്, സേലം ഡിവിഷനിലെ ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് പാലക്കാട് ഡിവിഷനിലെ ആളുകൾ തയ്യാറാവുന്നില്ല? കുറഞ്ഞത് 5 കൊല്ലം സർവീസെങ്കിലുമുള്ള നിങ്ങൾ വന്നില്ലെങ്കിൽ സേലം ഡിവിഷനിലൊക്കെ സാമ്പത്തിക ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. അവരിവിടെ വന്ന് കയറും. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ അനുഭവജ്ഞാനം റണ്ണിംഗ് സ്റ്റാഫിനോട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല ലോക്കോ ഇൻസ്പെക്ടറായിട്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, കഴിയുന്നവരെല്ലാവരും ലോക്കോ ഇൻസ്പെക്ടറായിട്ട് രംഗത്ത് വരണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഞാൻ EPK സുനിലിന്റെ റണ്ണിംഗ് റൂം ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞാണ് കേട്ടോ. വെറുതെ ചുമ്മാ തമാശ രീതിയിൽ പറഞ്ഞാണ്, അത് സത്യമൊന്നുമല്ല, അത് കള്ളത്തരമാണ്. പക്ഷേ EPK സുനിലിന്റെ വൈഫ് ഷാൻഡി പറഞ്ഞത് സുനിൽ ആള് വിളച്ചിലുള്ള ആളാണ് എന്ന് പറഞ്ഞത് സത്യമാണ്. അതിന് തെളിവുണ്ട്, 2 തെളിവുകൾ കൊടുക്കും. അപ്പൊ അത് മാത്രമാണ്. മറ്റുള്ളതൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. അപ്പൊ സുനിലിന്, പ്രിയപ്പെട്ട ഷാൻഡിക്ക്, പ്രിയപ്പെട്ട അഞ്ജുവിന്, അപ്പുവിന്, പിന്നെ കിരണിന്, പാർട്ടി, കൊച്ചുകുട്ടികൾ പാർട്ടി, ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.